1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ നഗരം മധ്യത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നു. നിലമ്പൂർ പാടിക്കുന്ന് നഗറിലാണ് ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകി പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നത്. അസഹ്യമായ ദുർഗന്ധവും പ്രദേശവാസികളെ വലക്കുന്നുണ്ട്. നിലമ്പൂരിനും ചന്തക്കുന്നിനും മധ്യത്തിൽ സംസ്ഥാന പാതയിൽ നിന്ന് വെറും 500 മീറ്റർ മാറിയാണ് പണിയാ വിഭാഗത്തിന്റെ പാടിക്കുന്ന് നഗർ. 10 വർഷം മുൻപ് നിർമ്മിച്ച 3 നില കെട്ടിടത്തിൽ 23 ഫ്ളാറ്റുകളിലായി 35 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇടുങ്ങിയ ഫ്ളാറ്റിൽ സ്വീകരണമുറി, കിടപ്പുമുറി, അടുക്കള, ശുചിമുറി എന്നിവ മാത്രമാണ്. താഴെ നിലയിൽ മുരളി, ലീല, കാളി എന്നിവരുടെ ഫ്ളാറ്റുകളിലെ ശുചിമുറികളാണ് തകരാറിലായത്. കാളിയുടെ ഫ്ളാറ്റിൽ 4 കുടുംബങ്ങളുണ്ട്. 17 പേർ താമസിക്കുന്നുണ്ട്. മാലിന്യം പൊട്ടിയൊലിച്ചു തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. ഒഴുകിയെത്തുന്നത് പാടിക്കുന്ന് തോടിലേക്കാണ്. തോട് ചെന്നു ചേരുന്നത് ചാലിയാറിൽ ജല അതോറിറ്റിയുടെ പമ്പിംഗ് കിണറിന് സമീപവും. നഗറിന് ചുറ്റും അനവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മദ്രസ സമീപത്തുണ്ട്. ദുർഗന്ധം കാരണം ഭക്ഷണം കഴിക്കാനും താമസിക്കാനും പറ്റാത്ത അവസ്ഥയാണെന്ന് നഗറിലെ താമസക്കാരും സമീപവാസികളും പറഞ്ഞു. നമ്മളെ കക്കൂസിന്റെ ഈ 3 പേർക്ക് മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ. 3 പേർക്കൊന്നുമില്ല. മൂന്നത്തെ പറ്റേ കംപ്ലൈന്റ് ഇങ്ങോട്ട് പോരില്ലത്. പക്ഷെ ഈ 3 ഭയങ്കര റിസ്ക് ആകും. ഒന്നിനും പറ്റൂല. കാരണം അത് മൊത്തം ഇങ്ങനെ ക്ലോസറ്റിനുണ്ടല്ലോ, അത് ഫുള്ളായി കിടക്കാം. പിന്നെ അതിന് നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകുക? അതിൻ്റെ ഉള്ളിക്ക് ആകെ ബുദ്ധിമുട്ടായി കിടക്കുക ഈ 3 പേർക്കാരും. ഒരുപാട് നാളുകളായിട്ട് അധികൃതരായിട്ട് ഇവർ ബന്ധപ്പെട്ടിരുന്നു. പാടിക്കുന്ന നഗരത്തെ ഇവിടെയുള്ള ഈ പരിസരം, ഇവിടെ താമസിക്കുന്നവർ, അയൽവകത്ത് താമസിക്കുന്നവർ കക്കൂസ് മാലിന്യം പൊട്ടി അത് നിറഞ്ഞു ഒഴുകി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഒരുപാട് തവണ മുനിസിപ്പാലിറ്റി അധികൃതരും ഒരുപാട് കൗൺസിലറുകളൊക്കെ പറയുന്നത് അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഹരിജനങ്ങളെ ഈ കക്കൂസിന്റെ ഇത് ഒന്നായിട്ട് വന്നിട്ടോല് ഒന്നും ചെയ്യണില്ല. അത് പിന്നെ എന്താണ് ചാല് കീറിങ്ങാണ്ട് ഒക്കെ കാട്ടിയേക്കാണ്. ഇവിടെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റണില്ല. ഭയങ്കര മണാണ്. ഞങ്ങളെ കാത്ത് ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്നാൽ ഇവിടെ ഒരു വെള്ളം കൂടി കുടിക്കണില്ല. അങ്ങനെയാണ്. ചെറിയ കുട്ടികളില്ല സ്ഥലല്ലേ, അണുബാധ ഉണ്ടാവില്ല. ITDP, നഗരസഭ, ആരോഗ്യവകുപ്പ് എന്നിവയ്ക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നു. ബുദ്ധിമുട്ട് അത് ഞങ്ങൾ എത്ര ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവും, അവരോടൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഒരു ചൂടില്ല. ആ വീട്ടുകാർ കാട് മാത്രം ഒന്ന് വെട്ടിപ്പോയി, പിന്നെ വേറൊന്നുമില്ല. ഇങ്ങോട്ട് വരവന്നല്ലോ. ആ വീട്ടുകാർ അടുത്തുള്ള വീട്ടുകാർ മുഴുവൻ പറയലുണ്ട്, നിങ്ങൾക്ക് പോയി പഞ്ചായത്തിൽ പറഞ്ഞുകൂടെന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാരോടും പറയുന്നുണ്ട്, ഒരാരും സ്വീകരിക്കും. മുനിസിപ്പാലിറ്റിയിലൊക്കെ പറഞ്ഞു, ഓല് വന്ന് നോക്കിങ്ങാണ്ട് ഓലാൻ പോയി. പിന്നെ ഒന്നും കൊണ്ട് വന്നിട്ടില്ല. എന്തിനാ ഞങ്ങൾ ഈ ഗവൺമെന്റുകാർക്ക് വോട്ട് ചെയ്യാൻ നിൽക്കണു? അല്ല, ആവശ്യമല്ല. ഓൽക്ക ഞങ്ങൾ ഈ വോട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അറിഞ്ഞാൽ ഈ കഴിയുന്നു. എന്നിട്ട് ഓല് കാട്ടണ കടപ്പാണ് ഞങ്ങളെങ്ങനെ. കുട്ടികൾ മക്കൾ സൂക്കട്ട് പിടിച്ച് ഞങ്ങൾ ചത്തുപോകൂലേ? ഞങ്ങൾക്കാണെങ്കിൽ മണത്തിട്ട് ഭക്ഷണം കുടിക്കുന്ന പട്ടിണി കിടക്കുക. ആശാപ്രവർത്തക ഇടയ്ക്കിടെ വന്ന് മാലിന്യത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറിപ്പോകുന്നതിൽ നടപടിയൊതുങ്ങി. 1 വർഷത്തിനിടെ വാർഡ്, നഗരസഭാ തലങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യ ശുചിത്വ സമിതികൾ പലതവണ യോഗം ചേർന്നിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള പാടിക്കുന്ന് നഗറിലെ ജനങ്ങൾക്ക് ദുർഗന്ധമില്ലാത്ത ദിവസം ഇനി എന്നു വരുമെന്ന് പറയേണ്ടത് നഗരസഭയും ആരോഗ്യവകുപ്പും ITDPയുമാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.